എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റിക്വസ്റ്റ് വരുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ചന മസാല അല്ലെങ്കിൽ ചോലെ മസാല. നമ്മുടെ വെള്ളക്കടല അല്ലെങ്കിൽ കാബൂളി ചന കൊണ്ട് ചപ്പാത്തിക്കും പൂരിക്കും ദോശയ്ക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ ഇതുവരെ വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ എളുപ്പ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് വെള്ളക്കടല ഒരു 8 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് കുതിർത്ത് വെക്കുക. രാത്രിയിൽ സോക്ക് ചെയ്യാൻ വെച്ചാൽ നമുക്ക് രാവിലെ തയ്യാറാക്കി എടുക്കാം. 240 ml കപ്പിന് 1/4 കപ്പ് അളവാണ് ഞാൻ എടുത്തത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഒരു 3.5 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ 4-5 വിസിലിനാണ് നമ്മളിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ നല്ല സോഫ്റ്റായി കിട്ടണം. ആ ഒരു പരുവത്തിന് നമ്മൾ വെള്ളക്കടലയൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇതിവിടെ ഇരുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 സവാളയുള്ളി എടുത്തിട്ടുണ്ട്. നല്ല വലിയ സവാളയുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താലും മതിയാകും. 1/4 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി കഷ്ണവും 8 വെളുത്തുള്ളി അല്ലിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. തീരെ ചെറിയ വെളുത്തുള്ളി അല്ലി ആയതുകൊണ്ടാണ് ഞാൻ 10-11 എടുത്തത്. ഇതൊന്നും നമ്മൾ ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല. റഫായിട്ട് ചങ്ക്സായിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാകും. ഇനിയെല്ലാം വളരെ എളുപ്പമാണ്. അതിനായിട്ട് നമുക്കൊരു കടായിലേക്കോ പാനിലേക്കോ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 3.5 ടേബിൾ സ്പൂൺ മാത്രം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഗോൾഡൻ കളർ ആവുന്നതോടെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ശേഷം നമുക്കിതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമ്മളിങ്ങനെ വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മളതൊന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചങ്ക്സായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് പച്ചമണം മാറാനായിട്ട് 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ചങ്ക്സായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടാലും മതിയാകും. കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് നേർത്ത് വന്നാൽ നമുക്ക് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പച്ചമണം മാറാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരിട്ട് ഇളക്കി പൊടി കരിക്കരുത്. കുത്തലോ അല്ലെങ്കിൽ കയ്പ്പൊക്കെ വരും നമ്മുടെ കറിക്ക്. ഉടനെ തന്നെ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് 1 പിടി കശുവണ്ടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഏറ്റവും ചെറിയ തീയിൽ അടച്ച് വെച്ച് നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ പനീർ ബട്ടർ മസാലയ്ക്കൊക്കെ ചെയ്യാറില്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിനും ചെയ്യുന്നത്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നല്ലപോലെ തണുത്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടത് അരച്ചെടുക്കാവുന്നതാണ്. ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ നമുക്കിത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചൂടോടുകൂടി തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ബാക്കി കാര്യങ്ങളും ഇതേ പാത്രത്തിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഒരു 1-1.5 ടേബിൾ സ്പൂണോ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം, 3 ഏലയ്ക്ക, 4 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, 2 ബേ ലീവ്സ്. ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു മണം വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു മണം വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ച ചുവ മാറാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.25 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പനീർ ബട്ടർ മസാലയ്ക്കും ബട്ടർ ചിക്കനും ഒക്കെ ഇതുപോലെ തന്നെ ചെയ്യാറില്ലേ. കുറച്ചൊന്ന് തിളങ്ങി വരും. നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് വിട്ട് വരുന്ന രീതിയിൽ ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് ഇളക്കിയെടുക്കാനായിട്ട്. പച്ചച്ചുവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എരി പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 3-4 മിനിറ്റ് ഞാനിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഇതിങ്ങനെ തിളങ്ങി നമ്മുടെ പേസ്റ്റ് വരുന്ന കാണാൻ പറ്റും. പച്ചച്ചുവ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. കടല വേവിച്ച വെള്ളം കളയേണ്ട ആവശ്യമില്ല. വേവിച്ച കടലയും വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് 5 മുതൽ 8 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വരും. ആ ഒരു സമയം വരെ നമുക്കിത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്.
ലോ ഫ്ലെയിമിൽ നമ്മൾ 5 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. ചന മസാല നല്ല കുറുകിയാണ് ഇരിക്കാറ്. ഞാൻ ഒരുപാട് അങ്ങ് കുറുക്കുന്നില്ലെങ്കിലും തുറന്നു വെച്ചത് ഈ ഒരു പരുവത്തിൽ കുറുക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കടല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അരച്ച് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തടിത്തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ്. സാധാരണ ചന മസാല ഒരുപാട് കുറുകിയാണ് നമുക്ക് ദാബ സ്റ്റൈലൊക്കെ കിട്ടുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറുക്കിയെടുക്കാം. അതല്ല ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കുമ്പോൾ കുറച്ചൊരു ലൂസായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിനും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.